സൂപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു പച്ചമുളക്, 3 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ മതിയാവും കുരുമുളക്, കുറച്ച് വേപ്പില, ഒരു തക്കാളി, ഒരു 8-10 ബദാം കുതിർക്കുക, കപ്പലണ്ടിയില്ലേ പീനട്ട്, അതും കുറച്ച് കുതിർക്കുക. അത് അരയ്ക്കാനാണ്. ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം. നമ്മുടെ മെയിൻ ഐറ്റം എന്താണ്? ഡ്രം സ്റ്റിക്കാണ്, മുരിങ്ങക്കായ. ഇത് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാമ്പ് മാത്രം എടുക്കാം. ഇവിടെ മുരിങ്ങക്കായയുടെ ഉള്ളിലെ ആ കാമ്പ് എടുത്തിട്ടുണ്ട്. അത് വേവിച്ച വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് എടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. അത് ഒന്ന് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് വെക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടിയിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതിടാം. ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകില്ലേ, അതുകൂടി ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേ അരിഞ്ഞു വെച്ചിട്ട് തക്കാളി, വേപ്പില ചേർക്കാം. ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഈ സമയം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. എന്താണ്? ഡ്രം സ്റ്റിക്ക്. അതിന്റെ പൾപ്പ്, അതിന്റെ കാമ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഈ സൂപ്പിന്റെ ബെനിഫിറ്റ് എന്തെന്നറിയോ? ഇതിൽ ബദാം അതുപോലെ തന്നെ പീനട്ടും നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമ്മളിലേക്ക് പ്രഷർ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. ഹൈ പ്രഷർ ഉള്ളവർക്ക് ഉപയോഗിക്കാം. ഡ്രം സ്റ്റിക്കും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ മഗ്നീഷ്യം, കാൽഷ്യം, വൈറ്റമിൻ ഇ, നമ്മുടെ ബോൺ ഹെൽത്തിന് ഏറ്റവും വേണ്ട കാര്യങ്ങൾ, നമ്മുടെ സ്കിന്നിന് ഏറ്റവും വേണ്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അയൺ, പൊട്ടാസ്യം, ഇതെല്ലാം ഡ്രം സ്റ്റിക്കിലുണ്ട്. ബോണിന്റെ ഹെൽത്തിന് ഏറ്റവും നല്ല ഒരു വെജിറ്റബിൾ ആണ് ഡ്രം സ്റ്റിക്ക്. പിന്നെ ജോയിന്റ് പെയിൻ ഉള്ളവർക്ക് ഉണ്ടല്ലോ, നല്ലതാണ് കേട്ടോ. ഇത് സൂപ്പ് വെച്ച് കുടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും നമ്മൾ അവിയൽ സാമ്പാറിലൊക്കെ ഇടുമ്പോൾ മടുക്കും. ഇങ്ങനെ സൂപ്പൊക്കെ വെച്ച് വീക്ക്ലി 2 ഒക്കെ കുടിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് ഒരു ചേഞ്ച് ആവശ്യമല്ലേ. പീനട്ട് ഉണ്ടല്ലോ, പീനട്ട് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യും. അതിലും വൈറ്റമിൻ ഇ, മഗ്നീഷ്യം ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നിയാസിൻ ഇറങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ B3 ആണ്. അതെന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്നറിയോ? എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നതെന്നറിയോ? B3 ബ്രെയിനെയാണ്, നമ്മുടെ മെമ്മറിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു സൂപ്പ് തന്നെയാണ് ഇത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമുക്കിനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള ബദാമും പീനട്ടും, അതായത് കപ്പലണ്ടിയും കൂടി അരച്ചിട്ട് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം കേട്ടോ. ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, വെള്ളം ചേർത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണുള്ളൂ കേട്ടോ, കുറച്ചും കൂടി വെള്ളം ചേർക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തിളയ്ക്കണേ. അപ്പം നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഡ്രം സ്റ്റിക്ക് സൂപ്പ് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള സൂപ്പാണ്. ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക.